അറിയപ്പെടുന്ന ഗായകനായ പത്തനംതിട്ട സ്വദേശി സന്തോഷാണ് ഇന്ന് രാഗസുധയിൽ അതിഥിയായെത്തുന്നത്. കഴിഞ്ഞ 14 വർഷത്തെ ബഹ്റിൻ പ്രവാസത്തിനിടെ 100-ലധികം വേദികളിൽ പാടി സജീവ സാന്നിധ്യമായി നിൽക്കുന്നു സന്തോഷ്. ജീവിതം നയിക്കേണ്ടി വരുമ്പോൾ ബഹുഭൂരിഭാഗം പേരും തങ്ങളുടെ സാംസ്കാരിക, സാമൂഹിക, സർഗാത്മക ഇടപെടലുകളിൽ നിന്ന് ഉൾവലിഞ്ഞ് തന്റേതായ ഒരു ലോകത്ത് ഒതുങ്ങിക്കൂടാറാണ് പതിവ്. എന്നാൽ അടൂർ ഏഴംകുള സ്വദേശി സന്തോഷ് തങ്കച്ചൻ എന്ന സന്തോഷിന് വ്യത്യസ്തമായ ഒരു കഥയാണ് പറയാനുള്ളത്. ചെറുപ്പത്തിലെ തുടങ്ങിയ തന്റെ സംഗീതയാത്രയെ പ്രവാസ ജീവിതത്തിനിടയിൽ ഉപേക്ഷിക്കുകയല്ല സന്തോഷ് ചെയ്തത്. പകരം ബഹ്റിനിൽ തന്നെ സംഗീതം പഠിക്കാൻ സമയം കണ്ടെത്തുകയും തുടർന്ന് താൻ നേടിയ അറിവിനെ തനിക്ക് ചുറ്റുമുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യുക എന്ന നിരന്തരമായ സംഗീത സപര്യയുമായി പ്രവാസയാത്ര തുടരുകയാണ് ബഹ്റിനിൽ തന്റെ ഗൾഫ് ജീവിതത്തിന്റെ 14-ാം വർഷത്തിലെത്തി നിൽക്കുന്ന സന്തോഷ്. നമസ്കാരം സന്തോഷ്. നമസ്കാരം. രാഗസുധയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. താങ്ക് യു. പ്രയാസമേറിയ ഈ പ്രവാസ ജീവിതത്തിലും ഈ സംഗീത സപര്യ ഒരു തടസ്സവുമില്ലാതെ മനോഹരമായിട്ട് സന്തോഷ് കൊണ്ടുപോകുന്നുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു? ആദ്യമേ തന്നെ എനിക്ക് ചെറിയൊരു കഴിവ് തന്ന സർവശക്തനായ ദൈവത്തോട് ഞാൻ നന്ദി പറയാം. കാരണം ദൈവമില്ലെങ്കിൽ ഒന്നുമില്ല. ഞാനൊരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് എൻ്റെ ഒരു വിജയമെന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഫാമിലിയെ, ഇവിടെ എൻ്റെ വൈഫ് കുഞ്ഞുണ്ട്. എൻ്റെ വൈഫിൻ്റെ എല്ലാ സപ്പോർട്ടും ഇതിനുണ്ടായതുകൊണ്ട് സഹകരിച്ചില്ലെങ്കിൽ യാതൊരു പരിപാടിയും നടക്കത്തില്ല. മീൻസ് വൈഫിൻ്റെ സഹകരണം അതൊരു വലുതാണ്. അങ്ങനെ സഹകരിക്കുന്നതുകൊണ്ട് മാത്രം എൻ്റെ ഈ ഒരു സംഗീത ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ എൻ്റെ സ്നേഹിക്കുന്നവരെ കുറേ സപ്പോർട്ടുണ്ട്. അവരെല്ലാം ഒരു അനുഗ്രഹം, പ്രാർത്ഥനയും എനിക്കിതിന് ഉണ്ട്. അതുകൊണ്ട് മാത്രം. സന്തോഷ്, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് വളരെ മികച്ച അവസരങ്ങൾ ഈ സംഗീത രംഗത്തുണ്ട്. അതേസമയം ബഹ്റിൻ പോലുള്ള ഒരു പ്രവാസ ഭൂമിയിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരു വലിയ ഒരു അംഗീകാരമാണ്, അല്ലേ? സന്തോഷിന് അത്തരത്തിൽ ഇങ്ങനെ ആൽബങ്ങളിലൊക്കെ പാടാനുള്ള നല്ല അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ എക്സ്പീരിയൻസിനെ പറ്റി ഒന്ന് ഞങ്ങളോട് പറയാമോ? തീർച്ചയായിട്ടും. നാട്ടിലെ ഒരു 2-3 ഓഡിയോ ആൽബത്തിൽ പാടാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് നാട്ടിൽ വെച്ച്. അതിന് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും ഞങ്ങൾ ഒന്നിച്ച് കുട്ടിക്കാലം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന റജി ഇമ്മാനുവൽ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധായകനാണ്. ഇപ്പോൾ കാസറ്റുകളൊക്കെ ഒത്തിരി ചെയ്യുന്ന ഡിവോഷണൽ രംഗത്ത്. അങ്ങനെ ആദ്യത്തെ പുള്ളിക്കാരനാണ് 96-ൽ. അത് ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ ഞാൻ അന്ന് പാടാൻ കയറുന്നു. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മുമ്പോട്ടുള്ള മിക്കവാറും ആൽബങ്ങളെല്ലാം അദ്ദേഹം ചെയ്ത മിക്ക ആൽബങ്ങളും ഓരോ പാട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് പാടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ അടുത്ത സമയത്ത് വീണ്ടും ഇവിടെ ഉള്ള ഒരു മാന്യ വ്യക്തി ഒരു വീഡിയോ ആൽബം ചെയ്തു. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആൽബം ബഹ്റിനിലെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പ്രോഗ്രാംസ് ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ട്. മിക്കവാറും പ്രോഗ്രാംസ്, ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നാട്ടിൽ ക്രിസ്തീയ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഭക്തിഗാനമേളകളിലും ക്വയറുകളിലും സജീവമായി പങ്കെടുത്തിരുന്ന സന്തോഷ് ബഹ്റിനിൽ എത്തിയപ്പോൾ തന്റെ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോന്നു. പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാം. കടവിലെ കിളികൾ തൻ കനവിലെ മോഹമാ, പുഴയിലെ ഓളങ്ങൾ തേടും. പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാം. കടവിലെ കിളികൾ തൻ കനവിലെ മോഹമാ, പുഴയിലെ ഓളങ്ങൾ തേടും. പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാം.
സന്തോഷ്, ഒരു കലാകാരനെ വളരാൻ സഹായിക്കുന്നത് പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ഒരുപാട് പേരുമായിട്ടുള്ള സഹകരണങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് സന്തോഷിന് വളരെ പ്രശസ്തരായ MG ശ്രീകുമാർ, മാർക്കോസ്, കെസ്റ്റർ തുടങ്ങിയ ഗായകരുമായിട്ട് വേദികൾ പങ്കിടാനും ആൽബങ്ങളിലൊക്കെ പാടാനുമുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ആ അനുഭവം ഒന്ന് ഞങ്ങളോട് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും അവരുടെ പാട്ടുകൾ നമുക്കൊരു പ്രചോദനമായിട്ടുണ്ട്. അവരെ ഞാൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ അവരുടെ നല്ല കാര്യങ്ങൾ അവർ ഏറ്റവും നല്ല പാട്ടുകാരാണ്. അവർ ഞാൻ ആരാധിക്കുന്ന വ്യക്തികളാണ് അവരുടെ എൻ്റെ ജീവിതത്തിൽ. പ്രത്യേകിച്ച് കെസ്റ്റർ, ഡിവോഷണൽ രംഗത്ത് കെസ്റ്ററും മാർക്കോസും രണ്ട് ഗായകർ എന്നെ സ്വാധീനിച്ച വ്യക്തികളാണ്. അപ്പം പ്രത്യേകിച്ച് മെലഡി പാടുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മെലഡികളാണ് ഇഷ്ടം. അപ്പം അതുപോലെ സുജാതയുടെ പാട്ടുകൾ. എല്ലാവരെയും മീറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ അടുത്ത് പരിചയപ്പെടുമ്പോഴാണ് അവരുടെ ആ ഒരു എളിമ നമുക്ക് മനസ്സിലാകുന്നതും. തീർച്ചയായിട്ടും അത് വളരെ സന്തോഷകരമായിട്ടുണ്ട്. അവരെ തീർച്ചയായിട്ടും ആ ഒരു അനുഭവം വളരെ വലുതായിരുന്നു. ബഹ്റിനിലും നാട്ടിലും വെച്ച് കീബോർഡ്, പിയാനോ എന്നിവയിൽ പ്രാവീണ്യം നേടുകയും അതോടൊപ്പം ബഹ്റിനിലെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ ക്വയറിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. തുടർന്ന് ഇങ്ങോട്ട് 100-ലധികം വേദികൾ, ഓഡിയോ, വീഡിയോ ആൽബങ്ങൾ. ഇപ്പോൾ സംഗീത തൽപരരായ ഒരു സംഘത്തോടൊപ്പം സങ്കീർത്തന വോയിസ് എന്ന സ്വന്തം ട്രൂപ്പുമായി സന്തോഷിന്റെ ശബ്ദം ബഹ്റിന് സുപരിചിതമാണ്. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നുപോയോ, വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞുപോയോ. സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ക്വയർ മാസ്റ്ററായ സന്തോഷിന് കീഴിൽ 55ഓളം അംഗങ്ങൾ പരിശീലനം നേടുന്നുണ്ട്. ഒരു ബഹുരാഷ്ട്ര കൺസ്ട്രക്ഷൻ കമ്പനിയിലെ കാർഡ് ഡിസൈനർ ആയി ജോലി ചെയ്യുന്ന സന്തോഷിന് എല്ലാ പിന്തുണയുമായി സഹധർമ്മിണി സിനിയും 4.5 വയസ്സുകാരൻ സ്റ്റെവിനുമുണ്ട്. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുയ്യാം കുഴലിൽ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ എങ്ങോ പിറന്നു പണ്ടിളം മൂളം കൂട്ടി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുയ്യാം കുഴലിൽ കഥ പറയാം.
കാട്ടിലും ഈ പാഴ്മുളം കണ്ടു പൊട്ടും വരെ ഈ ഗാനമില്ലാതെയാകും വരെ കുഞ്ഞാടുകൾക്കെന്നും കൂട്ടായിരുന്നിടും ഇടയന്റെ മനമാകുമീ പുല്ലാങ്കുഴൽ നാദമാ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. വിഷൻ അറേബ്യയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. jhind.bh@gmail.com. വീണ്ടും അടുത്ത ആഴ്ച കാണാം. ജയ് ഹിന്ദ്.